നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ കൊച്ചു കുട്ടികളെ വളർത്തുന്ന പോലെ തന്നെയാണ് പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടവും ഒക്കെ വളർത്തുന്നതെന്ന്? കാരണം എപ്പോഴും അവരുടെ ശ്രദ്ധ അവിടെ ഉണ്ടാവും. ഒന്ന് ശ്രദ്ധ തെറ്റിയാ ആകെ നാശാവുകയും ചെയ്യും. അങ്ങനെ ഒരു രോഗത്തിന്റെ അസഹ്യതയുള്ള ആളാണ് ഞാനും. രാവിലെ വെട്ടം വീണാൽ ഉടൻ ഞാനിവിടെ എത്തും. മൊത്തത്തിലൊരു വിഹക വീക്ഷണം നടത്തി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. എന്റെ കോവലില് പൂക്കൾ കുറഞ്ഞിരിക്കുന്നു. ദേ ഇത് കണ്ടോ, ഇങ്ങനെയായിരുന്നു കായ്ച്ചിരുന്നത്. അവനാണ് ഇപ്പോ ഒരു വല്ലാത്ത മന്ദഗതി കാണിക്കും. എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പ്രശ്നം കണ്ടുപിടിച്ചാൽ പിന്നെ അത് സോൾവ് ചെയ്യാനാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഒരു വലിയ അന്വേഷണവും നിരീക്ഷണവും പരീക്ഷണവും എല്ലാം നടത്തിയപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഈ കാറ്റിൽ പാനലിൽ ഞാനിത് കയറ്റിവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പടർന്നു വളരാൻ പറ്റാതായപ്പോ അതിന് പുതിയ ഷൂട്ട്സ് വരുന്നത് ഒന്നിന്റെ മേലേക്ക് ഒന്ന് ആയിട്ട് കേറി ഇല ചാർത്ത് ഭയങ്കരമായിരിക്കും. ഇതുപോലെ തന്നെ ഞാൻ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല. ഇതിൽ തന്നെയാണ് തിരിച്ചു കയറ്റി വിടുന്നത്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇനി ചെയ്യാൻ പറ്റുന്നത് കുറെ ഇലകൾ പറിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ തൽക്കാലം അതാണ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഈ കോവല് ഒരു എയർപോർട്ടിലാണ് വളർത്തിയിരിക്കുന്നത്. കാരണം ഇവിടെ നല്ല തണുപ്പ് വരുമ്പോൾ ഈ കോവല് പോകും. അപ്പൊ ഈ എയർപോർട്ടിലാണെങ്കിൽ അത് റൂട്ട് ബൗണ്ട് ആവുകയും ഇല്ല. വെട്ടിയെടുത്ത് നമുക്ക് അകത്തേക്ക് വെക്കുകയും ചെയ്യാം. തണുപ്പ് മാറുമ്പോൾ തിരിച്ചു വെച്ചാൽ മതി. ഒരു 10 വർഷം ഇങ്ങനെ പോകും. അപ്പൊ അതായിരുന്നു ഞാൻ കണ്ടുപിടിച്ച പ്രശ്നം. ഇല വല്ലാതെ ചാർത്ത് കയറിയിട്ട് താഴെയുള്ളതിന് വെയിൽ കിട്ടുന്നില്ല, അതുപോലെ പൂക്കാൻ സാധിക്കുന്നില്ല. ഇത് എന്റെ കണ്ടുപിടുത്തമാണേ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം. ഏതായാലും ഞാൻ ഇങ്ങനെ മൊത്തം പറിച്ചു. പറിക്കുക മാത്രമല്ല, കുറച്ച് ഞാൻ നമ്മുടെ ആ ചട്ടിക്കകത്തേക്ക് തന്നെ ഇട്ടു. അല്പം വളമാകുമല്ലോ. പിന്നെ കുറച്ച് നമ്മുടെ വാഴപ്പഴത്തിന്റെ തൊലിയും കമ്പോസ്റ്റാക്കി അതിൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ പരീക്ഷണം വിജയിക്കുമോ എന്ന് അറിയണമല്ലോ. ഞാൻ നല്ലോണം തന്നെ ക്ലിയർ ആക്കിയ ശേഷം വെയിറ്റ് ചെയ്തു. പരീക്ഷണം വിജയിച്ചു ഗൈസ്. അധികം താമസിയാതെ ദാ ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ടായി തുടങ്ങി. അപ്പോൾ എൻ്റെ പരീക്ഷണം വിജയിച്ചതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. ഞാൻ ഒരു പാഠം കൂടെ പഠിച്ചു. അടുത്ത തവണ ഞാൻ ഇങ്ങനെയല്ല, കാറ്റിൽ പാനലിലല്ല ഇത് നടാൻ പോകുന്നത്. കാരണം കാറ്റിൽ പാനൽ നട്ടിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള ആവശ്യത്തിനൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് പോരാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കുറച്ചും കൂടെ വിടർന്ന് പരന്ന് അതിന് പടരാൻ പറ്റുന്ന ഒരു പന്തലിട്ട് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് കോവല് നടുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്കിതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇങ്ങനെ ഓരോന്ന് ചെയ്താണല്ലോ നമ്മൾ പാഠങ്ങൾ പഠിച്ച് തിരുത്തി നമ്മൾ ഇക്കാര്യത്തിൽ അല്ല ഏത് കാര്യത്തിലാണെങ്കിലും എക്സ്പേർട്ട് ആവുന്നത്. ഒരു കാര്യത്തിലും തെറ്റ് വരുത്താത്തവർ ഒന്നും ചെയ്യാത്തവർ മാത്രമായിരിക്കും എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അങ്ങ് ആശ്വസിപ്പിച്ചു. ഇപ്പൊ നോക്കിക്കേ, ഇനി നാളെ വന്ന് പറിച്ചാലും കാണും ഒരു തോരനുള്ള കോവയ്ക്ക. അപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള പലരും കാണും. പല വർഷമായി കോവല് വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് കണ്ടോ, കുഞ്ഞു ദിനോസേഴ്സ് എന്ന് ഞാൻ വിളിക്കുന്ന എന്റെ ഫ്രണ്ട്സ് ആണ്. പച്ചക്കറിത്തോട്ടത്തിലെ ഫ്രണ്ട്സ് ആണ് ഇവർ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.